ഇസ്രായേൽ ഇറാൻ പോരാട്ടവും 40 ദിവസത്തെ രൂക്ഷമായ യുദ്ധത്തിന് ശേഷമുണ്ടായ താൽക്കാലിക വെടിനിർത്തലും പശ്ചിമേഷ്യയെ ഒന്നാകെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരുന്നത്. ഇപ്പോൾ ഇതാ വെടിനിർത്തൽ കരാറുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ അമേരിക്ക വൈര്യം യുദ്ധത്തിൽ പങ്കാളിയാകാതിരുന്നിട്ടും കാര്യമായി ബാധിച്ചത് ഗൾഫ് മേഖലയെ തന്നെയാണ് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ഒരിക്കൽ സമ്പന്നതയുടെ പര്യായമായ വളർച്ചയുടെ ഇടമായ ഗൾഫ് മേഖല വലിയ പ്രതിസന്ധികളെയാണ് നേരിടാൻ ഒരുങ്ങുന്നത്. യുദ്ധമുണ്ടാക്കിയ മുറിവുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. തകർന്നഴിഞ്ഞ ഗൾഫ് മേഖലയിൽ എങ്ങനെയെങ്കിലും ജീവിതം പച്ചപിടിപ്പിക്കാൻ നെട്ടോട്ടമോടുന്ന ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും മുന്നിലേക്ക് ഇപ്പോൾ പ്രതീക്ഷയുടെ പുതിയ വെളിച്ചവുമായി മാറുന്നത് ഇന്ത്യയുടെ സമയബന്ധിതമായ സഹായ ഹസ്തങ്ങളാണ്. ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന അസ്ഥിരത കേവലം ആ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. പശ്ചിമേഷ്യ തകർന്നടിയുമ്പോൾ അതിന്റെ ആഘാതം നേരിട്ട് ചെന്ന് പതിക്കുന്നത് ഇന്ത്യയുടെ ഊർജ സുരക്ഷയിലും കോടിക്കണക്കിന് പ്രവാസികളുടെ ജീവിതത്തിലും കടൽമാർഗമുള്ള വ്യാപാരത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ കേവലം ഒരു കാഴ്ചക്കാരനായി നിൽക്കാതെ മേഖലയുടെ രക്ഷയ്ക്കെത്താനും സുസ്ഥിരതയ്ക്കും പുനർനിർമ്മാണത്തിനും സജീവ പങ്കാളിയാകാനും ഇന്ത്യ സാമ്പത്തിക നയതന്ത്ര ശക്തി പൂർണ്ണമായും വിനിയോഗിക്കുകയാണ് ഇപ്പോൾ. എങ്ങനെയാണ് ഗൾഫിനെ രക്ഷിക്കാൻ ഇന്ത്യ ഇറങ്ങുന്നത് എന്നറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക. ഒപ്പം ഇന്ത്യയുടെ ഈ നയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യാനും മറക്കരുത്. യുദ്ധമോ സാമ്പത്തിക പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ പ്രവാസികൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നത് അവരുടെ സമ്പത്തിനെ ബാധിക്കുന്ന കാര്യം ആയതുകൊണ്ട് തന്നെയാണ്. എന്നാൽ പലരും ശ്രദ്ധിക്കാതെ നമ്മുടെ പണം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വിദേശത്ത് നിന്ന് വലിയ മൂല്യമുള്ള കറൻസിയിൽ നമ്മൾ സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് വർഷാവർഷം ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. ഒരു ശരാശരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വർഷത്തിൽ 3.5% കാണാം. കഴിഞ്ഞ 10 വർഷം നോക്കിയാൽ ഏതാണ്ട് 40% ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. സമ്പാദിക്കുന്ന പണം മുഴുവൻ ചെലവാക്കുന്നതിന് പകരം അതിലൊരു ഭാഗമെങ്കിലും ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി നിക്ഷേപിക്കുന്നത് നല്ലൊരു സാമ്പത്തിക ശീലമാണ്. ഇന്ന് പല പ്രവാസികളും സമ്പാദ്യം എങ്ങനെ സുരക്ഷിതമായും ആഗോളതലത്തിൽ വളർത്താം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ആലോചിക്കുന്നവർക്ക് ഇപ്പോൾ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് അവരുടെ ഗ്ലോബൽ ഡൈവേഴ്സിഫൈഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന പുതിയ NFO അവതരിപ്പിച്ചിട്ടുണ്ട്. എന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിലൂടെ നിക്ഷേപിക്കുന്ന തുക വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ കമ്പനികളിലേക്കാണ് പോകുന്നത്. കൂടാതെ നിക്ഷേപവും റിട്ടേണും ഡോളറിലായതിനാൽ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ആശങ്കയും ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. ഇതിന്റെ NAV 10 രൂപയാണ്. അലോക്കേഷൻ ചാർജസ്, പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഈ പ്ലാനിന്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ അടയ്ക്കുന്ന മാസ പ്രീമിയത്തിന്റെ 120 ഇരട്ടി വരെ ലൈഫ് കവർ ലഭിക്കും എന്നതാണ്. കൂടാതെ നിലവിൽ ബാധകമായ നിബന്ധനകൾ പ്രകാരം പ്രവാസികൾക്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണിന് യാതൊരു ടാക്സും ഉണ്ടായിരിക്കുന്നതല്ല. ഈ NFO ജൂലൈ 26-ന് അവസാനിക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാനും നിക്ഷേപിക്കാനും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് പരിശോധിക്കാവുന്നതാണ്. കാര്യങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിക്ഷേപിച്ചാലും മതി. തിരികെ പശ്ചിമേഷ്യയിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഈ മണ്ണിൽ യുദ്ധമേഘങ്ങൾ നിഴൽ വിരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം ഉറ്റുനോക്കുന്നത് ഗൾഫ് നാടുകളിലേക്ക് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ ജീവിക്കുന്നുണ്ട്. സാമ്പത്തിക ഭദ്രതയുടെയും ജോലി സാധ്യതകളുടെയും പറുദീസയായി കരുതപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് സുരക്ഷിതമാണോ എന്ന ചോദ്യം പ്രവാസികളുടെ കുടുംബങ്ങളിലും കനത്ത ആശങ്ക തന്നെയാണ് പടർത്തിക്കൊണ്ടിരിക്കുന്നത്. മധ്യധരണ്യായി മുതൽ പേർഷ്യൻ ഉൾക്കടലും ചെങ്കടലും വരെ നീളുന്ന പശ്ചിമേഷ്യൻ മേഖല ലോക സാമ്പത്തിക രംഗത്തിന്റെ തന്നെ കേന്ദ്ര ബിന്ദുവാണ് എന്ന കാര്യവും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ലോക വ്യാപാരത്തിന്റെ സുപ്രധാന പാതകളായ ഹോർമുസ് കടലിടുക്ക്, അതുപോലെ ബാബൽ മന്ദേബ്, സൂയസ് കനാൽ എന്നിവ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. ഏകദേശം 90 ലക്ഷത്തോളം വരുന്ന പ്രവാസി ഇന്ത്യക്കാരാണ് ഈ മേഖലയിൽ വസിക്കുന്നത്. ഇവർ അയക്കുന്ന വിദേശ നാണയം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലുമാണ്. നമ്മുടെ നാട് വളർന്നതും ഇങ്ങനെയാണ്. കൂടാതെ ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയുടെ ഭൂരിഭാഗവും വരുന്നത് ഗൾഫ് നാടുകളിൽ നിന്ന് തന്നെയാണ്. മേഖലയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഈ വ്യാപാര പാതകളും ഊർജ്ജ വിതരണവും തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും നമുക്കറിയാം.
പശ്ചിമേഷ്യയിലെ തകർച്ച പ്രവാസികളുടെ തൊഴിലിനെയും അവരുടെ ജീവനെയും ഒരുപോലെ അപകടത്തിലാക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഗൾഫ് നാടുകളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി മുൻനിരയിൽ നിൽക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായിട്ടാണ് ഇവിടെ മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ വിഷയത്തിൽ കാര്യമായിട്ട് തന്നെ ഇടപെടുന്നത്. എന്തായാലും ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നത് വിദേശ നയത്തിലെ അയവുള്ള ഒരു നിലപാട് തന്നെയാണ്. അതായത് അമേരിക്ക, ഇസ്രായേൽ, റഷ്യ, ഇറാൻ എന്നീ പരസ്പര വൈരികളായ രാജ്യങ്ങളുമായി ഒരേ സമയം തന്ത്രപ്രധാനമായ ബന്ധം സൂക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഒന്നുകിൽ എന്റെ കൂടെ അല്ലെങ്കിൽ എനിക്കെതിരെ എന്ന വിദേശ നയത്തിന് പകരം എല്ലാ വൻ ശക്തികളുമായും ഒരേ സമയം സൗഹൃദം പുലർത്തുന്ന ഇന്ത്യയുടെ സമദൂര നയമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇപ്പോൾ ഇന്ത്യയെ തുണയ്ക്കുന്നത്. ഇസ്രായേലുമായി പ്രതിരോധ സാങ്കേതിക വിദ്യയിലും കാർഷിക മേഖലയിലും ആഴത്തിലുള്ള സഹകരണം പുലർത്തുമ്പോൾ തന്നെ അമേരിക്കയുടെ ഉപരോധങ്ങൾ മറികടന്ന് ഇറാന്റെ ചാബഹാർ തുറമുഖ വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയാകുന്നുണ്ട്. അതേസമയം റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ ഇന്ധനം വാങ്ങാനും സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുമായും സാമ്പത്തിക നിക്ഷേപ മേഖലയിൽ ശക്തമായ ബന്ധം സ്ഥാപിക്കാനും ഇന്ത്യക്ക് ഇവിടെ കഴിയുന്നുണ്ട്. ഇത് എല്ലാ രാജ്യങ്ങൾക്കും കഴിയുന്ന ഒരു കാര്യവുമല്ല. ഈ ബഹുമുഖ ബന്ധങ്ങൾ കാരണം പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാനും രാജ്യത്തിന്റെ ഇന്ധന ആവശ്യങ്ങൾ തടസ്സമില്ലാതെ സംരക്ഷിക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നു. അധിനിവേശ താല്പര്യങ്ങൾ ഇല്ലാത്ത വിശ്വസ്തനായ ഒരു അന്താരാഷ്ട്ര പങ്കാളിയായിട്ട് ലോകശക്തികൾ ഇന്ത്യയെ കാണുന്നതും ഇതിന് ആക്കം കൂട്ടുന്ന ഘടകം തന്നെയാണ്. പ്രതിസന്ധികൾ അതിരൂക്ഷമായാൽ പ്രവാസികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാനും അതിർത്തികളിൽ പ്രതിരോധ കവചം തീർക്കാനും വ്യക്തമായ പ്ലാൻ ബി ഇന്ത്യയുടെ പക്കലുണ്ട്. കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന നയതന്ത്ര ചർച്ചകൾക്കപ്പുറം ഇന്ത്യയുടെ വ്യോമ നാവിക സേനകൾ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതിനു മുൻപും അതിനുള്ള ഒരുപാട് തെളിവുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യൻ നാവികസേന തങ്ങളുടെ കപ്പലുകളുടെ സാന്നിധ്യം ശക്തമാക്കി കഴിഞ്ഞു. കടൽമാർഗമുള്ള വ്യാപാര കപ്പലുകൾക്ക് സംരക്ഷണം നൽകുന്നതിനും കടൽ കൊള്ളക്കാരുടെയോ ഡ്രോൺ ആക്രമണങ്ങളുടെയോ ഭീഷണി നേരിടുന്നതിനും നാവികസേന സദാ സന്നദ്ധവുമാണ്. ഇതിനു പുറമെ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പൗരന്മാരെ അടിയന്തരമായി ഒഴിപ്പിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനങ്ങളും സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. പ്രവാസികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനും ഇന്ധനക്ഷാമം പരിഹരിക്കുന്നതിനുമായി എയർഫോഴ്സ്, നേവി, നയതന്ത്ര വിഭാഗങ്ങൾ എന്നിവർ ഏകോപനത്തോടെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഒരു സ്ഥിരം സംവിധാനം തന്നെ കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഏത് വൻ പ്രതിസന്ധി ഘട്ടത്തിലും സ്വന്തം പൗരന്മാരെ കൈവിടില്ല എന്നതിന് ഇന്ത്യയുടെ ചരിത്രം തന്നെ സാക്ഷിയാണല്ലോ. കുവൈറ്റ് യുദ്ധകാലത്ത് നടത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷാദൗത്യമായ എയർലിഫ്റ്റ് മുതൽ സമീപകാലത്തെ ഓപ്പറേഷൻ റാഹത്ത് വരെയുള്ള സൈനിക ദൗത്യങ്ങൾ ഇതിന് മികച്ച ഉദാഹരണമാണ്. 1990 കുവൈറ്റ് അധിനിവേശ കാലത്ത് എയർ ഇന്ത്യ വിമാനങ്ങൾ ഉപയോഗിച്ച് 1,70,000-ലധികം ഇന്ത്യക്കാരെയാണ് സർക്കാർ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചത്. ലോക ചരിത്രത്തിൽ ഒരു സിവിലിയൻ വിമാന കമ്പനി നടത്തിയ ഏറ്റവും വലിയ ഒഴിപ്പിക്കൽ ദൗത്യമായി ഇന്ന് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചതും ഈ സംഭവം തന്നെയാണ്. പിന്നീട് യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഓപ്പറേഷൻ റാഹത്ത് എന്ന ദൗത്യത്തിലൂടെ ആയിരക്കണക്കിന് പ്രവാസികളെയാണ് നാവികസേനയുടെയും വ്യോമസേനയുടെയും സഹായത്തോടെ ഇന്ത്യ രക്ഷപ്പെടുത്തിയെടുത്തത്. വിദേശ പൗരന്മാരെ പോലും യമൻ യുദ്ധക്കളത്തിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ അന്ന് ഇന്ത്യക്ക് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഉക്രൈനിലെ ഓപ്പറേഷൻ ഗംഗ, സുഡാനിലെ ഓപ്പറേഷൻ കാവേരി എന്നിവയും ഇന്ത്യയുടെ ശേഷി തെളിയിച്ച ദൗത്യങ്ങൾ തന്നെയാണ്. ഈ ചരിത്രപരമായ അനുഭവ സമ്പത്ത് തകർന്നടിയുന്ന ഗൾഫ് മേഖലയിലും പ്രവാസികൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മധ്യപൂർവേഷ്യയിൽ ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ സാമ്പത്തിക സൈനിക സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വിശ്വസ്തതയും സമാധാനവും മുൻനിർത്തി ഇന്ത്യ നടത്തുന്ന ഇടപെടലുകൾ പശ്ചിമേഷ്യക്ക് വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സ്വന്തം പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ആ സമീപനത്തിൽ നിന്ന് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പരമ്പരാഗത ഇന്ധനങ്ങൾക്കപ്പുറം ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജം, അർദ്ധചാലകങ്ങൾ, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ പുതിയ പങ്കാളിത്തം കെട്ടിപ്പടുത്തുകൊണ്ട് ഗൾഫ് നാടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ തുടങ്ങിയ വൻകിട പദ്ധതികളിലൂടെ മേഖലയിലെ സാമ്പത്തിക തകർച്ച പരിഹരിക്കാനും ഇന്ത്യ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു. ഗൾഫ് നാടുകൾ പ്രതിസന്ധിയിലാകുമ്പോൾ ഓടിയെത്തുന്ന ഇന്ത്യ തകർന്നടിഞ്ഞ സാമ്പത്തിക സുരക്ഷാ വ്യവസ്ഥകളെ പുനരുജ്ജീവിപ്പിക്കാൻ പ്രാപ്തിയുള്ള ലോകത്തിലെ മുൻനിര നയതന്ത്ര ശക്തിയായി മാറിയിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മളിവിടെ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിൽ ഇറാൻ അമേരിക്ക യുദ്ധമുണ്ടാക്കിയ മുറിവുകൾ ഉണക്കാൻ ഇന്ത്യ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഗൾഫ് മേഖലയിലെ പ്രവാസികൾ ഭയപ്പെടേണ്ടതില്ല. എന്തായാലും ലോകത്ത് എന്ത് മാറ്റങ്ങൾ വന്നാലും നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയും ഭാവി പദ്ധതികളും നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്.
പ്രവാസികൾക്ക് സാമ്പത്തികമായി ഉപകാരപ്പെടുന്ന ഒരു അവസരമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഗ്ലോബൽ ഡൈവേഴ്സിഫൈഡ് അഡ്വാൻറ്റേജ് ഫണ്ട് NFO കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിക്ഷേപിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുകയൊന്നുമല്ല, മറിച്ച് ഇത്തരത്തിലുള്ള അവസരങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും പ്രധാനമാണ്. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ലഭ്യവുമാണ്. ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസരം ജൂലൈ 26 വരെ ഉള്ളൂ എന്നതും ഓർക്കുക. ഇനി 3 ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.